അതിന് ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പലയിടങ്ങളിലും നമ്മൾ സ്ത്രീധനത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ പുരുഷധനത്തെക്കുറിച്ച് ആരും അങ്ങനെ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ പുരുഷധനം? തീർച്ചയായിട്ടും. കാരണം ഈ പുരുഷധനം എന്ന് പറയുന്നത് സ്ത്രീധനത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന കാര്യമായിരുന്നു പുരുഷധനം എന്ന് പറയുന്നത്. കാരണം MD യുടെ ഒക്കെ നോവലുകൾ കൃത്യമായി വായിക്കുന്നവർക്കറിയാം ആ ഒരു കാലഘട്ടത്തെ പറ്റി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു നോവലുകളാണ് അദ്ദേഹത്തിന്. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. കാരണം പണ്ട് കാലത്ത് നമ്മൾ ഇവിടെ നിലനിന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ പുരുഷൻ അങ്ങോട്ട് ധനം കൊടുത്തിട്ടായിരുന്നു സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ പണം ആരാണോ കൊടുക്കുന്നത് അവർക്കായിരുന്നു ആ പെൺകുട്ടി അദ്ദേഹം കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ പുരുഷധനം എന്ന് പറയുന്നത് ഇവിടെ പണ്ട് നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു. അതിനുശേഷം പിന്നീടാണ് അത് സ്ത്രീധനത്തിലേക്ക് മാറിയത്. സ്ത്രീധനത്തിലേക്ക് മാറിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം കൂടുതൽ കിട്ടണമെങ്കിൽ അതൊരു സർക്കാർ ജോലിക്കാരനാവണം. ആ ഒരു തലത്തിലേക്കാണ്. കാരണം പെൺകുട്ടികൾ നോക്കുന്നത് തന്നെ ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഈ പറഞ്ഞതാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ്. അതായത് പുരുഷധനം, പുരുഷന്റെ ധനം, അയാളുടെ ജോലി, സാമ്പത്തികം, ബാധ്യത ഇതെല്ലാം നോക്കി കല്യാണം കഴിപ്പിക്കുന്നവരല്ലേ കൂടുതലും. അതായത് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അധികം ആൾക്കാർ ഇപ്പൊ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നൊന്നുമില്ല ശരിക്കും പറഞ്ഞു. പക്ഷെ അതിന്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഈ പെണ്ണ് വീട്ടുകാർ ഒരു കല്യാണത്തിന് ഇപ്പം തയ്യാറെടുക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാവും, പെണ്ണ് നോക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. അവർ ജോലിയും കാര്യങ്ങളും ചെറുക്കൻ്റെ ബാധ്യതകൾ കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ സിബിൽ സ്കോർ നോക്കിയിട്ട് തന്നെ ഒരു കല്യാണം മുടങ്ങിപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് കെട്ടിക്കുന്നത്. ചെറുക്കനെ ആരും നോക്കുന്നില്ല, അവര് ചെറുക്കന്റെ സാമ്പത്തികമാണ് നോക്കുന്നത്. അത് തെറ്റല്ലേ? ചെറുക്കന്റെ സ്വഭാവം മാത്രം നോക്കി കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇല്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിനൊരു മറ്റൊരു വശം കൂടെ ഇല്ലേ? ഇപ്പൊ ഈ സിബിൽ സ്കോറിന്റെ കാര്യം തന്നെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു കാര്യമായിരുന്നു. കാരണം സിബിൽ സ്കോറിന്റെ അനുസരിച്ച് ഇദ്ദേഹത്തിന് ഇത്രത്തോളം ലോണുകൾ എടുത്തിട്ടുണ്ട്, തിരിച്ചടവില്ല. അപ്പോ തന്റെ മകൾ അല്ലെങ്കിൽ തന്റെ സഹോദരി നല്ലൊരു ആ കുടുംബജീവിതത്തിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തികം എന്ന് പറയുന്നത് ഏതൊരു കുടുംബജീവിതത്തിന്റെയും അടിസ്ഥാനം തന്നെയാണ്. അപ്പൊ ആ ഒരു കുടുംബത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രാരാബ്ദങ്ങളിലേക്ക് കടക്കുക അല്ലെങ്കിൽ അത്രയും ഭാരങ്ങളിലേക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല എന്നൊരു ആ ഒരു വിശ്വാസം അല്ല ആ ഒരു ചിന്താഗതി കൊണ്ട് തന്നെയാണ് പുരുഷന്റെ അല്ലെങ്കിൽ സാമ്പത്തികം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുരുഷന്റെ മാത്രമല്ല. അപ്പോഴാണ് നമ്മുടെ സ്ത്രീധനത്തെ പറ്റി സംസാരിക്കുന്നത്. കാരണം എല്ലാവരും സ്ത്രീധനം ഏത് സാധാരണക്കാരാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു സ്ത്രീധനത്തിന് എല്ലാ കുടുംബങ്ങളും നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ചെറിയ സിബിൽ സ്കോർ വിട്ടോ, സിബിൽ സ്കോർ ഓക്കെ. ഈ അല്ലാതെ തന്നെ പുരുഷന്റെ ബാധ്യതകളും ജോലിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടല്ലേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് പെണ്ണ് വീട്ടുകാരല്ലേ? നമ്മുടെ ലവ് മാരേജസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വയം വിവാഹം കഴിക്കുന്നവരടുത്താണെങ്കിൽ പെൺകുട്ടി ഒരിക്കലും ആൺകുട്ടിവരന്റെ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നോക്കില്ലേ? ലവ് മാരേജസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവർ സ്വയം രജിസ്റ്റർ ചെയ്ത് പോകുന്ന മാരേജസിൽ വീട്ടുകാർ എങ്ങനെ നോക്കാനാണ്? അപ്പൊ അത്തരം മാരേജുകൾ കാണുമ്പോൾ കാരണം പൊതുവെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അവർ വളർന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കുറച്ച് താഴ്ന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മക്കൾ കഷ്ടപ്പെടുന്നതായിട്ട് അവർ വളരെയധികം കാണുന്നുണ്ട്. കാരണം അവർ അത്തരം സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ മകൾ ആ ഒരു സാഹചര്യം ഒന്നും പഠിച്ചിട്ടല്ല പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മാതാപിതാക്കൾ എന്ത് ചിന്തിക്കും? തന്റെ മകൾ ഒരിക്കലും ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത അല്ലെങ്കിൽ അത്രയും പ്രാരാബ്ദം ഏൽക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരിക്കില്ല ആ ഒരു പെൺകുട്ടിക്കുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ അവർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഇപ്പൊ വീണ്ടും പെണ്ണ് കാണൽ ചടങ്ങിന് പകരം ആണ് കാണൽ ചടങ്ങ് തുടങ്ങിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം വീണ്ടും ആ പെൺകുട്ടി ജീവിക്കേണ്ടത് ആ ഒരു പുരുഷന്റെ വീട്ടിലാണ്. അപ്പൊ ആ ഒരു വീടും പരിസരവും ഒക്കെ കാണേണ്ടത് ആ ഒരു പെൺകുട്ടിയാണെന്നൊരു കൺസെപ്റ്റിലാണ് ഇപ്പൊ ആണ് കാണൽ ചടങ്ങ് വരുന്നത് തന്നെ. അപ്പോ ഈ പുരുഷധനത്തെ കൂടുതൽ ഉദ്ദേശിച്ചത് ജോലി കൂടെ ഉദ്ദേശിച്ചിട്ടല്ലേ? പുരുഷന്റെ ജോലി കൂടെ നോക്കി കല്യാണം കഴിക്കുന്നത്. പുരുഷന്റെ സാമ്പത്തിക സ്ഥിതിയും ബാധ്യതകളും നോക്കിയിട്ടാണ് എല്ലാ വീട്ടുകാരും ഇത് ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞ സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ഒരു കല്യാണത്തിന് തയ്യാറെടുപ്പ് മുമ്പ് ചെറുക്കന്മാരെ നോക്കുന്ന സമയത്ത് തന്നെ അവന്റെ ജോലി പിന്നെ ബാധ്യതകൾ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവർ കെട്ടിച്ചു കൊടുക്കും. സർക്കാർ ജോലി ആണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, ജോലി നോക്കിയിട്ട് ഈ സാമ്പത്തികം എന്ന് പറയുന്നത് ഇനിയൊന്നും അങ്ങനെ നോക്കാതെ കല്യാണം കഴിക്കണമെന്നാണോ പറയുന്നത്? ഇപ്പൊ ഈ സാമ്പത്തികം നോക്കിയിട്ട് ഇപ്പൊ എത്രയോ കേസ് സർക്കാർ ജോലിക്കാരുടെ തന്നെ വീട്ടിൽ പോയിട്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടില്ലേ? നോക്കേണ്ടത് ശരിക്കും സാമ്പത്തികമാണോ? ചെറുക്കനല്ലേ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അത്തരം ആത്മഹത്യകൾ നടന്ന വീടുകളിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രധാന പ്രശ്നം സ്ത്രീധനമാണ്, അല്ലാണ്ട് പുരുഷധനമല്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എത്രയോ പേര് പെണ്ണിട്ടായിരിക്കുന്നുണ്ടായിരിക്കും. അവരൊക്കെ ഒരു സ്ത്രീധനം വാങ്ങിക്കാതെ പെണ്ണിട്ടാൻ തയ്യാറാണ്. പക്ഷെ അവര് ജോലി കാര്യങ്ങൾ ഇതൊക്കെ നോക്കി വലിയൊരു കടമ്പയുണ്ട്. നമുക്ക് ഒരാളെ എനിക്ക് അതൊന്നും ഇല്ല, എനിക്ക് തയ്യാറാണ് എന്ന് മാത്രം പോരല്ലോ. ആ ഒരു പെൺകുട്ടിക്കാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടിയെ സേഫ് ആക്കേണ്ടത്, സാമ്പത്തികമായിട്ട് സേഫ് ആക്കേണ്ടത് ആണിന്റെ മാത്രം ജോലിയാണോ? ആണിന്റെ ബാധ്യതയാണോ? തീർച്ചയായിട്ടും അല്ല. ഓരോ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആവുക. ഞാൻ ഈ സർക്കാർ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി
ചെറുക്കൻ്റെ സാമ്പത്തിക സ്ഥിതി നോക്കി ഇപ്പോൾ വീട്ടിൽ കയറുന്ന പെൺപിള്ളേരെല്ലാം നല്ല ജീവിതം നയിക്കുകയാണെന്നോ അതാണോ പറയുന്നത്? അവ ശരിക്കും നോക്കേണ്ടത് അയാളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നുണ്ടോ, അയാൾക്ക് മോളുമായിട്ട് ഓക്കെ ആണോ, അതല്ലേ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഈ സർക്കാർ ജോലി അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന തലത്തിലേക്ക് വിടുക, അല്ലെങ്കിൽ സാധാരണക്കാരിലേക്കാണെങ്കിലും സാധാരണക്കാര് പോലും ഈ ഒരു സ്ത്രീധനം പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സ്ത്രീധനം ഇപ്പം സത്യം പറഞ്ഞ മിക്ക ആൺകുട്ടികളും സ്ത്രീധനം ഒന്നും വാങ്ങിക്കാൻ പോകുന്നത് പെൺവീട്ടുകാർ തന്നെ അറിഞ്ഞു കൊടുക്കുന്നുണ്ട്. മകൾക്ക് വേണ്ടി കരുതി വെച്ച് എന്തെങ്കിലും കൊടുക്കണം. സത്യം. എന്റെ ചേട്ടൻ സ്ത്രീധനം വാങ്ങാതെയാണ് കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ വീട്ടുകാരും പ്രതീക്ഷിച്ചിട്ടില്ല, സ്ത്രീധനം ഒന്നും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ 80% ഈ ഒരു സ്ത്രീധനം പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. ആ 20% മാത്രമേ ഉള്ളൂ പെൺകുട്ടിയെ മാത്രം സ്വീകരിക്കും. ഇത് ഇപ്പൊ നമ്മൾ ഈ 80% കണക്ക് നമ്മുടെ ഇതിൽ പറഞ്ഞ ഓരോ പ്രാരാബ്ധ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴും പ്രാരാബ്ധ ഘട്ടം ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ സമൂഹത്തിലുണ്ട്. പക്ഷെ അവർക്ക് ഈ പെണ്ണ് കാണല് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ജോലി കാര്യങ്ങൾ ബാധ്യത ഒരു വലിയ കടമ അടക്കുക. ഇവർക്ക് പെണ്ണ് കിട്ടത്തില്ല. പെണ്ണ് കിട്ടുന്ന എങ്ങനെയുള്ളവർക്ക് നല്ല സാമ്പത്തിക സ്ഥിതിയും ഇവരുടെ ലൈഫ് സെറ്റ് ആവാൻ തരത്തിൽ സർക്കാർ ജോലിയൊക്കെ ഉള്ളവരാകുമ്പോഴത്തേക്കും ഇവരെ ഇമ്പ്രസ്ഡ് ആവും, പെണ്ണും ഇമ്പ്രസ്ഡ് ആവും. ഏതെങ്കിലും കാമന്മാരുണ്ടെങ്കിൽ തേച്ചിട്ട് അയാളെ കെട്ടിക്കോളും. അവിടെ പോയത് ഓക്കെ ആവും. ഇല്ല, നോക്കേണ്ടത് എന്താണ്? ചെറുക്കനെ നോക്ക്. ഇപ്പം നിങ്ങളെ ജീവിത പങ്കാളിയാവാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിത പങ്കാളി ആകാൻ പോകുന്ന ആളെങ്ങനെയാണ്, ഞാനോട്ട് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത് പ്രധാനമായിട്ട് നോക്കണം. അതല്ലേ വേണ്ടത്. പുരുഷധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത്, സ്ത്രീധനത്തെക്കാട്ടി കൂടുതൽ. ഒരു ചെറുക്കൻ പെണ്ണ് കാണാൻ ചെല്ലുന്ന സമയം മുതലേ പെങ്ങളുണ്ടോ, കെട്ടിച്ചിട്ടുണ്ടോ, പിന്നെ ചെറുക്കൻ്റെ ജോലി എന്താ, എത്ര വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ടോ, ലോണുണ്ടോ, അതുണ്ടോ, മറ്റേതുണ്ടോ, ഇതുണ്ടോ, ഇതെല്ലാം ചെറുക്കനുണ്ടോ എന്ന് നോക്കിയിട്ടേ അവരെ കെട്ടിച്ചുവിടും. ചെറുക്കൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവരും നോക്കാറുണ്ട്. നേരെ മറിച്ച് ഒരു സ്ത്രീയുടെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ ആരും നോക്കുന്നത്, നല്ല കുട്ടിയാണോ, ചേരുന്നുണ്ടോ, തനിക്ക് ചേരുന്നില്ല, സാമ്പത്തിക സ്ഥിതി ആരും നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം കൃത്യമായി ഒരു കല്യാണാലോചന വരുമ്പോ തന്നെ ഒരു സ്ത്രീ ഒരു കല്യാണാലോചന വരുമ്പോ തന്നെ പൊതുവെ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് എത്ര. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് സ്ത്രീയുടെ നോക്കുന്നത് കുറവാണെന്നുള്ളത്. സ്ത്രീ പുരുഷന്റെ നോക്കുന്നതിനേക്കാളും കുറവാണ് സ്ത്രീകളുടെ നോക്കുന്നത്. അല്ലെങ്കിൽ പെണ്ണ് കിട്ടാതെ വരുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്നതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാണ്ട് കൃത്യമായി ഒരു ജോലി, സാധാരണക്കാരിൽ ഉൾപ്പെടെ ജോലി ഉള്ളവർക്ക് എന്താ ചെയ്യുക? ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, അയാൾക്ക് നല്ല അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്. അയാൾ പോലും കല്യാണം കഴിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ ഒരു നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലുള്ളൊരു ഇതല്ലേ. അതായത് പെൺവീട്ടുകാരും ജോലിയുള്ള ആരെ നോക്കുന്നുണ്ട്. ഇപ്പൊ 100 101 എത്ര പാപം വേണമെങ്കിലും കൊടുത്ത് മകളെ അങ്ങോട്ട് ഒരു ബിസിനസ് പോലെ കെട്ടിച്ചിടാൻ തയ്യാറാണ്. വാങ്ങിക്കാൻ ആളുള്ളത് കൊണ്ടല്ലേ നമ്മൾ കൊടുക്കാൻ തയ്യാറായോണ്ടല്ലേ വാങ്ങിക്കുന്നത്. അല്ല, പലയിടത്തും എന്ന് വെച്ചാൽ അതൊരു നമ്മുടെ ഒരു ആചാരം ആ ഒരു രീതിയിലേക്ക് മാറ്റിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു ചെറുക്കന്റെ വീട്ടുകാർക്കും വേണ്ട, അല്ലെങ്കിൽ വധുവിന്റെ വീട്ടുകാർക്കും താല്പര്യം സമൂഹത്തെ കാണിക്കാൻ വേണ്ടി പലരും കൂടുതൽ ഓർണമെന്റ്സ് കടം വാങ്ങി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക്. എന്തിന് ഈ ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എന്താ, നമ്മള് പുരുഷ തന്നെ നോക്കി കെട്ടിക്കുന്നതാണ് കൂടുതൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പക്ഷേ ഈ ഒരു ജനറേഷനില് അത് കുറെ കൂടെ മാറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ മാറിയതല്ലാതെ ഈ ഒരു ഇതിൽ മാറിയതട്ടെ. അല്ല, ജനറേഷൻ ആൾക്കാർ സ്വയം കല്യാണം കഴിക്കുന്നതല്ലേ കൂടുതലായിട്ട് കാണുന്നത്. സ്വന്തമായി തീരുമാനം എടുത്തല്ലെങ്കിൽ സ്വന്തമായിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ കൂടുതലായിട്ട്. എത്രയോ ആൾക്കാര് ആഡംബര വിവാഹം മാറ്റി രജിസ്റ്റർ മാരേജ് മാത്രം എത്രയോ ആൾക്കാരെ കാണുന്നുണ്ട്. വരുന്നില്ലെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കാൻ ഒരുപാട് ചെറുപ്പക്കാരെ തയ്യാറായിട്ടുണ്ട്. അവർക്ക് പെണ്ണിട്ടാത്തതിന്റെ കാര്യം എന്താ? കൃത്യമായി പുരുഷന്റെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥിതിയും ഈ ഒരു ജോലിയൊക്കെ അന്വേഷിച്ചിട്ട് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ഞാൻ ചോദിക്കുന്നത്, സാമ്പത്തിക സ്ഥിതിയും സർക്കാർ ജോലിയൊക്കെ ഉള്ള കുടുംബത്തിലേക്ക് പെണ്ണിനെ കെട്ടിച്ചു വിടുന്ന സമയത്ത് ആ പെണ്ണ് അവിടെ അപ്പോഴും സേഫ് ആണോ? സർക്കാർ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം സേഫ് ആവുമോ? തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? ചെറുക്കനെ നോക്കണം. പെണ്ണാണെങ്കിലും നമ്മൾ കാര്യം ഉണ്ടെന്നല്ല, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ കൃത്യമായിട്ടൊരു അത് നമ്മുടെ ബാക്കിയുള്ള ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ വീട്ടുകാരാണെങ്കിലും കൂടുതൽ ചിന്തിക്കണം. ആ ഒരു പെൺകുട്ടിയാണെങ്കിലും ആ ഒരു ചെക്കനാണെങ്കിലും അവർക്ക് തമ്മിൽ ചേരാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് അതാണ് വേണ്ടത്. ഭാവിയിൽ ജീവിക്കാൻ പറ്റുമോ. സാമ്പത്തികം രണ്ടാമതാകണം. സാമ്പത്തികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അല്ലെന്നല്ല. പക്ഷെ ഒരു സ്ത്രീയും പുരുഷനും അതില് ഈക്വലി നമുക്ക് നല്ല ജോലി ഉണ്ട്, നമ്മൾ നല്ല ഇൻഡിപെൻഡന്റ് ആണ്, നമുക്ക് സമ്പാദിക്കാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ ജോലിയും കാര്യങ്ങളും മാത്രം നോക്കാതെ
ചെറുക്കനെ ഇവർ തമ്മി, അതായത് നമ്മുടെ മകൾ ഇപ്പൊ ജീവിത പങ്കാളിയാവാൻ പോകുന്ന ആളും ഇവരും തമ്മി ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മെയിനായിട്ട് നോക്കണം. അത് നോക്കിക്കഴിഞ്ഞ് ഇവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ തയ്യാറെടുത്തോട്ടെ. അപ്പൊ ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കിയാൽ പോരെ. എല്ലാത്തിനേക്കാട്ടിലും വലുത് മനപ്പൊരുത്തം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ ഒരു രീതി, അല്ലെങ്കിൽ പുരുഷന് സ്ത്രീധനം കൊടുക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ പുരുഷന്റെ ആ ഒരു സാഹചര്യങ്ങളാ നോക്കിയിട്ട് കല്യാണം വേണ്ട എന്ന് വെക്കുന്ന രീതിയൊക്കെ ആണെങ്കിലും അത് അവരവര് ഇനിയും മാറ്റപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇനി മാറുമെന്ന്, കാരണം സ്ത്രീധനം ഒഴിവാക്കിയിട്ട് വീണ്ടും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അത് മാറ്റണം എന്നില്ല, പക്ഷെ കൊടുക്കേണ്ട അത് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നതും കൊടുത്തോട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഈ കാര്യം പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം.